മുറിഞ്ഞുപോയ ഒരു ബന്ധവും ഒരൊറ്റ ദിവസം കൊണ്ട് പൊട്ടിയതല്ല. ഞങ്ങൾ തമ്മിൽ അതിന് മാത്രം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ചെറിയൊരു കാര്യമായിരുന്നു, അപ്പോഴേക്കും ബ്രേക്കപ്പ് ആയി. അത് ആ ഒരു ചെറിയ കാര്യം കൊണ്ടല്ല ബ്രേക്കപ്പ് ആവുന്നത്. അതിനും ഒത്തിരി മുമ്പേ നടന്ന പല കുഞ്ഞു കുഞ്ഞു അനിഷ്ടങ്ങൾ സോൾവ് ആവാതെ കിടന്ന് അതിനുമേലെ പിന്നെയും പുതിയ പ്രശ്നങ്ങൾ വന്ന് വീണ് പിന്നെ അതും കൂടെ ചേർന്ന് വളർന്ന് ഉള്ളിൽ പലവട്ടം ബ്രേക്കപ്പ് ചെയ്താലോ എന്ന് ചിന്തിച്ച് പിന്നെയും പോട്ടേന്ന് വെച്ച് കൂടെ നടന്ന് വീണ്ടും ഉണ്ടാവുന്ന 100ാമത്തെ പ്രശ്നത്തിന് മേലെയാണ് യഥാർത്ഥത്തിൽ ഈ ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. നല്ല സ്നേഹത്തിലിരിക്കുമ്പോൾ ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളത് കോമഡിയാക്കി സഹിക്കും. നമ്മുടെ മനസ്സ് അയാളെ എങ്ങനെയെങ്കിലും ജസ്റ്റിഫൈ ചെയ്ത് വെള്ളപൂശി വിശുദ്ധനാക്കാൻ ശ്രമിക്കും അല്ലേ? ഇപ്പൊ അതേ മനസ്സ് പല പല പ്രശ്നങ്ങളിലൂടെ ഇവോൾവ് ചെയ്ത് ഒരു ബ്രേക്കപ്പിന് പാകപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചെറിയ പ്രശ്നത്തെ കാരണമാക്കി അകന്നു പോകുന്നത്. സത്യത്തിൽ മനസ്സുകൊണ്ട് അയാൾ എന്നേ അകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ചിലർ ചോദിക്കാറുണ്ട്, ബ്രേക്കപ്പായി സഹിക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഞാൻ അയാളെ പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന അതേപോലെ തന്നെ അയാൾ എന്നെക്കുറിച്ച് ഓർത്തും വിഷമിച്ചിരിക്കുന്നുണ്ടാവില്ലേ എന്ന്. അത് അയാൾ നിങ്ങളോട് എത്രത്തോളം അകന്നു കഴിഞ്ഞു എന്നതിനനുസരിച്ചിരിക്കും. അയാൾ ഞാൻ നേരത്തെ പറഞ്ഞ മെന്റാലിറ്റിപ്പെട്ട ആളാണെങ്കിൽ അയാൾ ഒത്തിരി വട്ടം മുന്നേ ചിന്തിച്ചു കൂട്ടി എടുത്ത തീരുമാനമാണ് ഈ ബ്രേക്കപ്പ്. പിന്നെ അയാൾ എന്തിനു നിങ്ങളെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണം? അയാൾ ഒരു ലിബറേഷൻ അനുഭവിക്കുകയാണ് ഇപ്പോൾ. പറഞ്ഞ ഒന്നും സില്ലി റീസൺസ് ബ്രേക്കപ്പ് ആവുന്ന പിള്ളേരെ പറ്റി അല്ല കേട്ടോ, മനസ്സിലായി കാണുമല്ലോ. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണെങ്കിലും അത് അപ്പോൾ തന്നെ സോൾവ് ആക്കി എന്ന് ഉറപ്പുവരുത്തുക. പലരും ഇന്നുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഇന്നലത്തേതിന്റെ ബാക്കിയാണ്.